അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് AJM റിയാക്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് പഴയ ടീസറാണ്. അത് ടീസർ കത്തനാറിൻ്റെ ടീസർ. അപ്പോൾ നമുക്കത് ഇന്ന് റിയാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ കത്തനാറിൻ്റെ ടീസർ ആണ്. ഇത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ് പറയുകയാണെങ്കിൽ, കാരണം ഇത് ഇറങ്ങിയത് 2024 ഇപ്പോൾ ഈ വർഷം 2026 പുതിയതായി ഇതിൻ്റെ ട്രെയിലറും ഇറങ്ങിയിട്ടുണ്ട്. ആ ട്രെയിലറിൻ്റെ റിയാക്ഷൻ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയി ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ടീസറിൻ്റെ റിയാക്ഷനിലേക്ക് പോകാം. മാറാബോയുടെ ശിഷ്യനെന്നും പറഞ്ഞവരെല്ലാവരെയും കബളിപ്പിക്കുകയാണ്. അവൻ ഇരുണ്ട മാന്ത്രികതയുടെ ഒരു വലതയും ഈ മേടയിൽ തെളിഞ്ഞ വെളിച്ചം എന്നേക്കുമായി അണയപ്പെടും. കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ടീസർ നല്ല വിഷ്വൽ എഫക്റ്റ്, അതായത് ഒരു വിഷ്വൽ സ്പെക്ടാക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടീസറാണ്. കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന VFX, അതായത് ഇപ്പോൾ ഈ പടം എടുക്കുന്ന റോജിൻ തോമസ് ആണ്. അപ്പോൾ റോജിൻ തോമസ് ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസറും. അപ്പോൾ അദ്ദേഹം ഇതിനകത്തിട്ടിരിക്കുന്ന VFX സച്ച് ആൻ അമേസിങ് VFX ആണ്, അസാധ്യമായിട്ടുള്ള VFX. അപ്പോൾ ഈ VFXും പിന്നെ ഈ പണ്ടത്തെ ഈ കഥയും കൂടെ കൂടുമ്പോഴത്തേക്കും ഇത് ഒരു റിയൽ കൺസെപ്റ്റ് ആക്കി എടുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ഈ ടീസറിനകത്ത് കാണിക്കുന്ന കത്തനാർ ശരിക്കുമുള്ള കത്തനാരുമായിട്ട് കുറച്ച് ഡിസിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷേ എങ്കിലും ഇത് കത്തനാർ തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ കണ്ടിട്ടുള്ള കത്തനാരും മന്ത്രതന്ത്ര വിധികളൊക്കെ പഠിച്ച കത്തനാർ തന്നെയായിരുന്നു. അപ്പോൾ ഓവറോൾ ഈ ടീസറിനെ പറ്റി പറയുകയാണെങ്കിൽ സച്ച് ആൻ അമേസിങ് ടീസർ. ഈ ടീസർ നല്ലൊരു ടീസറാണ്. അതുമാത്രമല്ല, ഇത് ഇറങ്ങിയത് 2024 ഇപ്പോൾ 2026. ഈ 2026 ട്രെയിലറാണ് ഇതിൻ്റെ ഇറങ്ങിയിട്ടുള്ളത്. ഈ ട്രെയിലറിനെ കുറിച്ചുള്ള റിയാക്ഷൻ വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായവർക്ക് ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ഇറ്റ്സ് മീ AJM റിയാക്ട്സ് സൈനിങ്.